അസ്സലാമു അലൈക്കും. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 7ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ് നോക്കുന്നത്. തദ്രീബാത്തളം നോക്കുന്നതിന് മുമ്പ് കൂട്ടുകാർ ഈ പാഠം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാം. സ്വാഇം നോമ്പുകാരൻ, റിയാദ രോഗസന്ദർശനം, സാഹിബ് കൂട്ടുകാരൻ, അൽ ജന്ന സ്വർഗം, റിജാൽ പുരുഷന്മാർ, അഴുതഖ സ്വതന്ത്രനാക്കി, കഹഫ് ഗുഹ, ഖുദുവ മാതൃക, സിദ്ദീഖ് വലിയ സത്യസന്ധൻ, ഈമാൻ സത്യവിശ്വാസം, അബ്ദ് അടിമ, മരീൽ രോഗി. ഉസാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ 1ാമത്തെ ചോദ്യം, റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അയച്ച സൈന്യത്തെ നയിച്ചത് ആരായിരുന്നു? ഉത്തരം ഉസാമ റളിയല്ലാഹു അൻഹു. 2ാമത്തെ ചോദ്യം, എപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ചത്? ഉത്തരം ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ധാരാളമായി ഷഹീദായപ്പോൾ. 3ാമത്തെ ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തിനാണ് രാജ്യത്തെ സംസ്ഥാനങ്ങളായി വിഭജിച്ചത്? ഉത്തരം ഭരണ സൗകര്യത്തിനായാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചത്. 4ാമത്തെ ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സംസ്ഥാനങ്ങളുടെ നേതൃത്വം ആർക്കായിരുന്നു? ഉത്തരം അമീർമാർക്കായിരുന്നു. 5ാമത്തെ ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം എത്ര കാലം നീണ്ടുനിന്നു? ഉത്തരം 2 വർഷവും 3 മാസവും. 6ാമത്തെ ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായത് എപ്പോൾ? ഉത്തരം ഹിജ്റ 13ാം വർഷം അദ്ദേഹത്തിന്റെ 63ാം വയസ്സിൽ ജുമാദൽ ആഖിറ 21. 7ാമത്തെ ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മരണ കാരണമെന്ത്? ഉത്തരം 15 ദിവസം നീണ്ടുനിന്ന പനിയായിരുന്നു കാരണം. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഈ പാഠത്തിന്റെ വീഡിയോയിൽ കൂട്ടുകാർക്ക് ലഭ്യമാകും.